ഹരേ കൃഷ്ണ. ഭക്തമനസ്സുകളിൽ ഭക്തിയുടെ അമൃതവർഷം ചൊരിഞ്ഞ് ഗുരുവായൂർ ശ്രീലകത്ത് ഇന്ന് ഉച്ചപൂജയ്ക്ക് പൊന്നുണ്ണി കണ്ണൻ അതീവ ഹൃദ്യമായ കളഭാലങ്കാരത്തിലാണ് ദർശനം നൽകിയത്. നെയ്വിളക്കുകളുടെ പ്രഭയിൽ മഞ്ഞപ്പട്ടുടുത്തും സ്വർണ്ണാഭരണങ്ങൾ ചാർത്തിയും തിളങ്ങി നിൽക്കുന്ന ഭഗവാൻ കേവലൊരു വിഗ്രഹമല്ല, മറിച്ച് ഭക്തർക്കായി ലീലാവിനോദങ്ങളിൽ ഏർപ്പെടുന്ന സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനാണ്. കളഭം എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ളതും തണുപ്പ് നൽകണതുമാണ്. സംസാര സാഗരത്തിലെ താപത്രയങ്ങളിൽ, അതായത് ആധി, വ്യാധി, കഷ്ടപ്പാടുകൾ, അതിൽ വെന്തുരുകുന്ന ഭക്തമനസ്സുകളിലേക്ക് ഭഗവാന്റെ ഈ കളഭരൂപം ശാന്തിയുടെയും കുളിർമയുടെയും പ്രവാഹമായി മാറുകയാണ്. സ്വർണ്ണപ്പടിയുടെ മുകളിൽ കെട്ടിയ ഒരു പൊന്നൂഞ്ഞാലിൽ കാലുകൾ രണ്ടും താഴേക്ക് തൂക്കിയിട്ട് തടിച്ചുരുണ്ട് ഒരു ഉണ്ണി ആയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആടാൻ തയ്യാറായിട്ടിരിക്കുന്ന ഭഗവാൻ തൻ്റെ കുഞ്ഞി കൈകൾ കൊണ്ട് ഊഞ്ഞാലിൻ്റെ വെള്ളി വള്ളികളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നു. ഭഗവാന്റെ ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത് അത് പ്രപഞ്ചത്തിൻ്റെ തന്നെ ചലനാത്മകതയാണ് സൂചിപ്പിക്കുന്നത്. ജനന മരണങ്ങളുടെ ഊഞ്ഞാലിൽ കിടന്ന് ആടുന്ന ജീവാത്മാവിനെ ഭഗവാൻ തൻ്റെ ലീലയിലൂടെ ആനന്ദിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ്. ഭക്തര് തങ്ങളുടെ മനസ്സാകുന്ന ഊഞ്ഞാലിൽ ഭഗവാനെ ഇരുത്തി മെല്ലെ ആട്ടിക്കൊടുക്കുമ്പോൾ ഭക്തനും ഭഗവാനും തമ്മിലുള്ള അദ്വൈതാനന്ദം ഉണരുകയാണ് ചെയ്യണത്. തടിച്ചുരുണ്ട കുഞ്ഞിക്കാലുകളിൽ തിളങ്ങുന്ന വലിയ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. അരയിൽ പട്ടുകോണ കണ്ട് കിലുങ്ങുന്ന കിങ്ങിണി, അതിനോട് ചേർന്ന് പിന്നെ സ്വർണ്ണ ഓടക്കുഴൽ തിരികെ വെച്ചിരിക്കുന്നു. കഴുത്തിൽ മുത്തുമാലകളും മാങ്ങാമാലകളും വളയം പോലുള്ള വിശേഷപ്പെട്ട മാലകളും ഒരുക്കിയിരിക്കുന്നു. ചെവിയിൽ ചെവിപ്പൂക്കളുണ്ട്. നെറ്റിയിൽ തിളങ്ങുന്ന സ്വർണ്ണഗോപിയും ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ അരയിലെ ഓടക്കുഴൽ എന്ന് പറയുന്നത് പ്രണവനാദത്തിൻ്റെ, അതായത് ഓംകാരത്തിൻ്റെ പ്രതീകമാണ്. ജീവനില്ലാത്ത ഒരു മുളങ്കുഴൽ ഭഗവാന്റെ അധരങ്ങളോട് ചേരുമ്പോൾ ദിവ്യസംഗീതം പൊഴിക്കുന്നത് പോലെ നമ്മുടെ ശൂന്യമായ മനസ്സുകളെ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ആനന്ദത്തിൻ്റെ സംഗീതം ഉണരും എന്നാണ്. നെറ്റിയിലെ ഗോപി എന്ന് പറയുന്നത് ജ്ഞാനനേത്രത്തെയും പരമമായ സത്യത്തെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഭഗവാന്റെ തിരുമുടിയിൽ സ്വർണ്ണ കിരീടം ചൂടിയിട്ടുണ്ട്. കിരീടത്തിന് മുകളിലായിട്ട് 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. അതിലൊന്ന് തെച്ചി, തുളസി, വെളുത്ത പൂക്കൾ എന്നിവ ചേർത്ത് കോർത്തെടുത്തിട്ടുള്ളതാണ്. മറ്റൊന്ന് വെളുത്ത പൂക്കളും തുളസിയും മാത്രം കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനു പുറമെ വിധാനമായിട്ട് 5-6ഓളം വലിയ ഉണ്ടമാലകൾ തന്നെയാണ് ചാർത്തിയിട്ടുള്ളത്. വെളുത്ത താമര, തെച്ചി, തുളസി, തെച്ചിപ്പൂക്കൾ എന്നിവ മാറി മാറി ഭംഗിയായി കോർത്ത മാലകളുടെ നടുവിലാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഊഞ്ഞാലിലിരുന്ന് ആടുന്നത്. പ്രകൃതിയിലെ ഏറ്റവും പവിത്രമായ പുഷ്പങ്ങൾ ഭഗവാന്റെ പാദങ്ങളിലും മുടിയിലും സമർപ്പിക്കപ്പെടുന്നത് ഭക്തിയുടെ പരകോടിയെയാണ് കാണിക്കുന്നത്. തുളസി ഭഗവാന് ഏറ്റവും പ്രിയങ്കരവും ഭക്തിയുടെ പ്രതീകവുമാണ്. താമരപ്പൂവ് നിർമ്മലതയെയും ലൗകിക ബന്ധങ്ങളിൽ പെടാതെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ പുഷ്പങ്ങളുടെ നടുവിലിരിക്കുന്ന ഭഗവാൻ പ്രകൃതിയുടെയും പുരുഷൻ്റെയും സംഗമ ഭൂമിയാണ്. ഭഗവാന്റെ തിരുമുഖത്ത് ആ മന്ദഹാസം അതുപോലെ ഉണ്ട്. എപ്പോഴുള്ള ആ മന്ദഹാസം കാണാൻ തന്നെ അതീവ മനോഹരാണ്. നെയ്വിളക്കിൻ്റെ സുവർണപ്രഭയിൽ ആ കളഭത്തിൻ്റെ തിളക്കവും കണ്ണൻ്റെ കാരുണ്യം നിറഞ്ഞ പുഞ്ചിരിയും ഒന്നിച്ചു കാണുമ്പോൾ സാക്ഷാൽ സച്ചിദാനന്ദ അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. ഭഗവാന്റെ പുഞ്ചിരി മായയെ നീക്കുന്നതാണ്. ഈ ലോകത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്നുള്ളതും തൻ്റെ പുഞ്ചിരി തൂകുന്ന മുഖത്തേക്ക് നോക്കി ശരണം പ്രാപിക്കുന്ന ഭക്തന് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നും ഭഗവാൻ അരുളി ചെയ്യാണ് നമ്മളോട്. ഊഞ്ഞാലിലാടുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ കാരുണ്യം ചൊരിയുന്ന തിരുമുഖത്തേക്ക് നോക്കി ഭക്തർക്കായി നീട്ടിത്തന്നിരിക്കുന്ന ആ 2 കുഞ്ഞു തൃപ്പാദങ്ങളിൽ മനസ്സുകൊണ്ട് വീണ് നമസ്കരിക്കാം. ആനന്ദഘനമായ ആ രൂപത്തെ മനസ്സിലുറപ്പിച്ച് നമുക്ക് ഒന്നിച്ച് നാരായണനാമം ജപിക്കാം.
നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.